ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച ദൈവരാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഒരാഴ്ച മുഴുവൻ ധ്യാനിച്ചത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്, ആ സ്നേഹിക്കുന്ന ദൈവം നാം ഓരോരുത്തരുടെയും പിതാവാണെന്ന്, ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് പങ്കുവെക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. നിശ്ചയമായും നമ്മളെല്ലാം അങ്ങനെ ധ്യാനിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന വലിയൊരു ചോദ്യമാണ്, ഈ ദൈവത്തിൻ്റെ സ്നേഹം ഇത്ര ആഴമായ, ശക്തമായ, ഈ ഓരോ പ്രഭാതത്തിലും തൻ്റെ സ്നേഹം പുതുതാണെന്ന് പറയുന്ന ആ ഒരു അനുഭവം നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്? ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനാകുന്നില്ല. കുറച്ച് അനുഭവിച്ചാൽ അത് പങ്കുവെക്കാനായിട്ടും പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. ഈ ആഴ്ച നമ്മൾ ആ കാരണത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. എന്താണത്? പാപാവസ്ഥ എന്നുള്ളതാണ്. പാപം എന്നുള്ളതല്ല, പാപാവസ്ഥ എന്ന് പറയുന്നതാണ്. ദൈവം മനുഷ്യനെ സകല സൃഷ്ടിയും നടത്തി അവസാനം മനുഷ്യനെ തൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി 1:26 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കൂടെ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കാം. ദൈവവചനം കൂടെ വായിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയാണ്, സജീവമാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാക്കി മനുഷ്യനെയും കൊണ്ട് എല്ലാത്തിനും പേരിട്ടത് മനുഷ്യനാണ്. ഈ മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:2 നാം വായിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇതും കൂടെ വായിക്കാം. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ദൈവവചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആദത്തെ ഹവ്വയെയും ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. 2 വാക്ക് ആദ്യ മാതാപിതാക്കൾ നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ട് അവിടെ നിൽക്കുകയാണ്. 2 വാക്ക് കേൾക്കുന്നുണ്ട്. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്. തങ്ങളുടെ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ വാക്കാണ്. ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഈ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഫലം പറിച്ച് കഴിക്കരുത്, അത് കഴിച്ചാൽ നിങ്ങൾ മരിക്കും. ഇതാണ് അവർ കേൾക്കുന്ന വാക്ക്. പിതാവ് ദൈവം മക്കളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ പറയുന്നത് വിശ്വസിക്കണം, അങ്ങനെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ ജീവൻ നഷ്ടമാകും എന്ന് ദൈവം പറയുകയാണ്. ദൈവം ഈ വാക്ക് പറയുമ്പോൾ തന്നെ മറ്റൊരു വാക്കും കൂടെ അത് പിശാചിൻ്റെ വാക്ക് കേൾക്കുകയാണ്. നമുക്കറിയാം, പിശാച് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. എന്താണ് പിശാച് പറയുന്നത്? നിങ്ങൾ ആ നടുവിലത്തെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങളിപ്പോൾ ദൈവത്തെ പോലെ അല്ല, നിങ്ങൾക്ക് അതുപോലെ ആകണമെങ്കിൽ അത് പറിച്ചു കഴിക്കണം. ഈ 2 വാക്ക് കേൾക്കുകയാണ്. ഏത് വാക്കാണ് കേട്ട് അവർ വിശ്വസിച്ച് ഉത്തരം കൊടുക്കുന്നത്? നമുക്കറിയാം, നമുക്ക് വിശ്വാസമുള്ളവരുടെ വാക്കുകൾക്കാണ് നമ്മൾ വില കൊടുക്കുന്നത്. ആ വാക്കാണ് നമ്മൾ അനുസരിക്കുന്നത്. അപ്പൊ തിന്മയുടെ വാക്ക് അവർ കേട്ടു, അവർ തീരുമാനമെടുത്തു, അങ്ങനെ അവർ ആ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. എന്താണ് ഫലം? അടിമത്തത്തിലേക്ക് പോവുകയാണ്, മരണം സംഭവിക്കുകയാണ്. ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ അടിമത്തത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവമല്ലാത്ത മറ്റൊന്നിൻ്റെ, തിന്മയുടെ, പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് അവർ പോവുകയാണ്. ഈ 2 വാക്ക് കേട്ട് ആ വാക്കിന് 2 പേരുടെ, ദൈവത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും വാക്ക് കേൾക്കുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് നിത്യജീവൻ സ്വന്തമാക്കേണ്ടവർ പിശാചിൻ്റെ വാക്ക് കേട്ട് അത് വിശ്വസിച്ച് അവർ തിന്മയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്, മരണം സംഭവിക്കുകയാണ്. ഉൽപ്പത്തി 3:1-7 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, സാത്താൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി
സാത്താന്റെ അടിമയാക്കപ്പെട്ടു. നമ്മൾ ആരെങ്കിലും വിശ്വസിച്ച് അവരുടെ കൂടെ പോയാൽ പിന്നെ അവരുടെ കയ്യിലാണ് നമ്മൾ എന്ന് പറയുന്നത് പോലെ വളരെ ലളിതമായി ഈ ദൈവപിതാവിന്റെ വാക്കുകേട്ട് അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം തിന്മയുടെ വാക്കുകേട്ട്, സാത്താന്റെ വാക്കുകേട്ട്, പിശാചിന്റെ വാക്കുകേട്ട് എന്ത് സംഭവിച്ചു? അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. അങ്ങനെ അവർ അടിമയാക്കപ്പെടുകയാണ്. അവർ അടിമയാക്കുന്നതിലൂടെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ആ അടിമത്തത്തിലേക്ക് വരികയാണ്. റോമക്കാരുടെ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ്. പരിശുദ്ധാത്മാവായ ദൈവം അപ്പസ്തോലനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒന്നെങ്കിൽ ദൈവത്തിന്റെ അടിമത്തം, അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തം. അപ്പൊ ആദ്യ മാതാപിതാക്കൾ തങ്ങളെ തന്നെ മറ്റൊരു പ്രേരണയുമില്ലാതെ പിശാചിന്റെ വാക്കുകേട്ട് സ്വയം അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചതിലൂടെ അവർ തിന്മയുടെ അടിമത്തത്തിലേക്ക് തങ്ങളെ വിട്ടുകൊടുക്കുകയാണ്. തങ്ങൾ മാത്രമല്ല, തങ്ങൾക്കുള്ളതെല്ലാം. തുടർന്ന് ആ ഒരു ആദ്യ മാതാപിതാക്കളുടെ ആ സമർപ്പണത്തിന്റെ ഫലമായി അതിന് ശേഷം വന്ന് ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും പാപത്തിന്റെ അടിമത്തത്തിലാണ്. നമ്മുടെ ദൈവജനം നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാനായ ഒരുവൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റിയിരിക്കുന്നു, ഒന്നടങ്കം വഴിതെറ്റിയിരിക്കുന്നു. അപ്പം പാപത്തിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യൻ ചെന്ന് ഭവിക്കുകയാണ്. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. യേശുക്രിസ്തു തന്നെ, ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെ പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പം പാപം എന്ന് പറയുന്നത് ഒരടിമത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടിമത്തത്തിലായിരിക്കേണ്ടയാൾ, ജീവനിലേക്ക് വളരേണ്ടവൻ, പാപത്തിന്റെ അടിമത്തത്തിലായതുവഴി, പിശാചിന്റെ അടിമത്തത്തിലായതുവഴി മരണത്തിലേക്കാണ് അവരുടെ ജീവിതം വളർന്നു പോകുന്നത്. ഈ സാഹചര്യം അനുകൂലമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പാപം നമ്മളിൽ പൊട്ടി പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാനാവും. ഈ അടിമത്തത്തിലേക്ക് തങ്ങളെ കൊടുത്തത് വഴി എന്താ നഷ്ടമായത്? മനുഷ്യവർഗത്തിന് ദൈവിക ജീവൻ നഷ്ടമായി, അധികാരങ്ങൾ, ദൈവമകന്റെ മകളുടെ അധികാരങ്ങൾ നഷ്ടമായി, സ്വാതന്ത്ര്യം നഷ്ടമായി, എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടമായി. പിശാച് പറഞ്ഞത് കേട്ട്, നുണയനും നുണയന്റെ പിതാവുമായ പിശാച് പറയുന്നത് കേട്ട് തങ്ങളെ തന്നെ സമ്പൂർണമായി പിശാചിന് സമർപ്പിച്ചത് വഴി അവർക്ക് ഇതെല്ലാം നഷ്ടമായി തീർന്നു. അത് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 പത്രോസ് 2:19 അതാണ്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. നമ്മളിലേക്ക് നോക്കിയാൽ എന്തേരം അടിമത്തം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറക്കം ഭയങ്കര അടിമത്തമുള്ള ഒരു കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ടാകാം. രാവിലെ കുറച്ചു നേരം കൂടുതൽ ഉറങ്ങുന്നതാണ് സന്തോഷം. പക്ഷേ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ ഉറക്കം എൻ്റെ ഒരു അടിമത്തമാണ്. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കട്ടൻ കാപ്പി കിട്ടണം. വീട്ടിലുള്ളവർ അത് കൃത്യമായി തന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണവൻ. നമ്മളൊക്കെ എന്തേരം കാര്യങ്ങളിലാണ് നിരന്തരം തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം, നമ്മളാരും വൈകുന്നേരം കിടക്കാൻ നേരത്ത് നാളെ രാവിലെ എഴുന്നേറ്റ് 10 പേരോട് ദേഷ്യപ്പെടാൻ അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടല്ല. ഞാനൊന്നുമില്ല, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ എൻ്റെ അപ്പച്ചൻ മരിച്ചു. ജീവിക്കുന്ന സമയത്ത് TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റിമോട്ട് ഒന്ന് മാറ്റി. അപ്പച്ചന് ദേഷ്യം വന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ചു. എല്ലാവരുടെയും മുമ്പിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്നു എൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് ഞാൻ വലിച്ചെറിഞ്ഞു. അപ്പനെ അമ്മയെ അനുസരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അതിന് വിരുദ്ധമായത് പ്രകടിപ്പിച്ചു. അത് നമ്മൾ തോറ്റുപോവുകയാണ്. ആ ഒരു പറഞ്ഞ വാക്കിൽ തോക്കുകയാണ്. ചിലപ്പോൾ വാക്കൊന്നും വേണമെന്നില്ല, ചെറിയ നോട്ടം മതി. ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മൾ നോക്കി പേടിപ്പിക്കുന്നത്.
കുഞ്ഞുങ്ങൾ പറഞ്ഞ കേട്ട് അനുസരിച്ചില്ലെങ്കിൽ, അപ്പോൾ ഒരു നോട്ടം, ഒരു ഇടപെടൽ, ഒരു പ്രവൃത്തി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തോൽപ്പിക്കുകയാണ്. വാശിയാണ്, വൈരാഗ്യമാണ്, വെറുപ്പാണ്, പകയാണ്. ഇങ്ങനെ എന്തേലും കാര്യങ്ങളിലാണ് നമ്മൾ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പാവം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളിൽ വളരുകയാണ്. ഉൽപ്പത്തി 3 മുതൽ 8, 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പാപത്തിന്റെ ഈ അടിമത്തത്തിലേക്ക് മനുഷ്യൻ പോയത് വഴി, പിശാചിന്റെ അടിമത്തത്തിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചത് വഴി 4 ബന്ധങ്ങൾ തകർന്നുപോയി. ദൈവത്തോടുള്ള ബന്ധം, തന്നോട് തന്നെയുള്ള ബന്ധം, പ്രപഞ്ചത്തോടുള്ള ബന്ധം, മറ്റു മനുഷ്യരോടുള്ള ബന്ധം. ദൈവപിതാവിന്റെ കൈപിടിച്ചുലാത്തിയിരുന്നവർ ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോ അവർ മരത്തിന്റെ പുറകിൽ ഒളിച്ചു. ഇന്ന് നമ്മൾ അങ്ങനെയല്ലേ? ദൈവബന്ധം നമുക്ക് നഷ്ടമാവുകയാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ഉണ്ട്, പക്ഷെ ദൈവത്തോടുള്ള ബന്ധം, യഥാർത്ഥ മക്കളുടെ ബന്ധം നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല. തന്നോട് തന്നെയുള്ള ബന്ധം, അവർക്ക് നാണം തോന്നി, ലജ്ജ തോന്നി, തങ്ങൾ നഗ്നനാണെന്ന് ആരാ പറഞ്ഞത് അവരോട്? പക്ഷേ അടിമത്തത്തിലേക്ക് പോയപ്പോൾ അവർ തന്നോട് തന്നെയുള്ള ബന്ധം, നമ്മളോട് തന്നെ പലപ്പോഴും അങ്ങനെ തോന്നാറില്ലേ? ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ കളറ് ഇഷ്ടമല്ല, അവർക്ക് പൊക്കമില്ല, ഭയങ്കര തടിയാണ്, ഇങ്ങനെ അവനവനിലേക്ക് മുടിയില്ല, നരച്ചുപോയി, ഇങ്ങനെ ഒരുപാട് നമുക്ക് നല്ലതല്ലാത്ത ആറ്റിറ്റ്യൂഡ്, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വളരുകയാണ്. പ്രപഞ്ചത്തോടുള്ള ബന്ധം നഷ്ടമായി. അവർക്ക് അനുകൂലമായ പ്രപഞ്ചം അവർക്ക് എതിരാവുകയാണ്. മറ്റു മനുഷ്യരോട് അതിൻ്റെ അസ്ഥിയുടെ അസ്ഥി എന്ന് പറഞ്ഞ ജീവിത പങ്കാളിയെ നീ കൂട്ടിന് തന്ന സാധനം എന്നാക്കി. അപ്പം ഈ അടിമത്തത്തിൽ പോയപ്പോൾ ഈ 4 ബന്ധവും തകർന്നു പോവുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഈ അടിമത്തത്തിലേക്ക് നമ്മൾ നിലകൊള്ളുമ്പോൾ, അടിമത്തത്തിലായിരിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ തകരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയത് വഴി സ്നേഹം നഷ്ടമായി, ഭയം വളർന്നു, വ്യക്തിബന്ധങ്ങൾ അകന്നുപോയി, അനുസരിക്കേണ്ടതിന് പകരം എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന പ്രവണത തുടങ്ങി. ഞാൻ ഇന്നലത്തെ പത്രമാണെന്ന് തോന്നുന്നു, മനോരമയുടെ ഫ്രണ്ട് പേജിൽ മരുഭൂമിയുടെ പേര് പറഞ്ഞ അറ്റാക്കാമയോ, അങ്ങനെ മരുഭൂമിയിൽ യാദൃച്ഛികമായി മഴ പെയ്തു. അതിൻ്റെ ഫലമായി അവിടെ ചെടി നിറയെ നല്ല പൂക്കൾ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അപ്പം മഴ വീണ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ മരുഭൂമിയിൽ ഒന്നും പച്ചപ്പുമില്ലാത്തിടത്ത് അവിടെ എന്ത് ചെയ്തു? വളർന്ന് ചെടി പുഷ്പമായി. എന്ന് പറയുന്നത് പോലെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയ നാം എന്ത് സംഭവിക്കുന്നു? തിന്മ വളരുകയാണ്. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഏശയ്യാ 59:2 നമുക്ക് സുപരിചിതമായ വചനമാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഈ വചനം വായിക്കാം. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാപാവസ്ഥ നമ്മളെല്ലാവരിലും ഉണ്ടെന്നാണ് വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ കൗൺസിലിംഗ് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഓർക്കുകയാണ്. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അവരുടെ കുറേ പേര് കൂട്ടുകാരുടെ കൂടെ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയി. അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം, തകർന്നൊരു വീട്, ഒരു കാടിനകം. 2ാമത്തെ പ്രാവശ്യം അവൾക്ക് സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ആള് വിളിച്ചു. അവൻ +1 പഠിക്കുന്നു, ഇവിടെ 10 പഠിക്കുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാനാന്നൊക്കെ വിചാരിച്ച്, നല്ല ആംബിയൻസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച്, എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നല്ല ആംബിയൻസ് ഉണ്ട്. അതൊക്കെ വിചാരിച്ച് ഈ കൊച്ചെന്ത് ചെയ്തു? ഇവൻ്റെ കൂടെ പോയി. ബാക്കി കൂട്ടുകാരും വരും. അവിടെ എത്തിയപ്പോൾ കൂട്ടുകാരെത്തിയിട്ടില്ല. ആ അനുകൂലമായ സാഹചര്യത്തിൽ അവർ രണ്ടുപേരും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. ഒരു ദാമ്പത്യ ബന്ധം എന്ന പോലെ അവർ ഇടപെട്ടു. പരിണത ഫലം എന്തായി? ആ കൊച്ച് ഗർഭിണിയായി. ഞാൻ കാണുമ്പോൾ ആ കൊച്ച് 15-16 വയസ്സ് പ്രായമുള്ള ആ കൊച്ച് 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ 6-8 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു പോയതല്ല, ബോധമുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ ഒരു സാഹചര്യം അനുകൂലമായപ്പോൾ ആ സ്നേഹബന്ധത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് അവൾ ചെയ്തു. ഇവിടെ എങ്ങനെയാണ്? ഞാൻ ഒരിക്കലും ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് അദ്ദേഹം അങ്ങനെ തകർന്നിരിക്കുകയാണ്.
ഇത് കണക്കൊക്കെ കൂട്ടി വന്നപ്പോൾ അദ്ദേഹം കുടിച്ച് നശിപ്പിച്ചത് 1,42,00,000 രൂപയുടെ മദ്യമാണ് കഴിച്ചത്. 10-40 വർഷം കൊണ്ട് ഒരു മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും പൈസ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പം എത്ര വലിയ വീട് വെക്കായിരുന്നു? അപ്പോൾ അദ്ദേഹം പറയണം, ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, മാർക്കറ്റിൽ പണിയൊക്കെ ചെയ്ത് പൈസയൊക്കെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പോയി കുടിക്കാൻ തോന്നുകയാണ്. ഓരോ ദിവസവും വിചാരിക്കും വേണ്ടെന്ന്, പക്ഷെ ഓരോ ദിവസവും പോയി 10,500 രൂപ മിച്ചം കുടിക്കുകയാണ്. ആഗ്രഹിച്ചിട്ടല്ല. അപ്പം ഇങ്ങനെ അനുകൂലമായ സാഹചര്യം കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പാപത്തിൽ വന്നു പെട്ടുപോവുകയാണ്. നമുക്ക് 2 ചോദ്യം നമ്മളോട് ചോദിക്കാവുന്നത്. ഒന്ന്, ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? നമ്മുടെ ചിലപ്പോഴെങ്കിലും ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകാം. മറ്റൊന്ന്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ പാപം ചെയ്യുന്നത്? ഭൂരിപക്ഷ ആളുകളും പറയാറുള്ളത് ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണ് പാപിയാകുന്നതെന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മൾ പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു പടം നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു മരത്തിൽ മാങ്ങയുള്ളത് കൊണ്ടാണോ ആ മരം മാവാകുന്നത്? അതോ മാവായതുകൊണ്ട് ഏത് അനുകൂലമായ സാഹചര്യത്തിൽ അത് പൂത്ത് കായ്ക്കുമ്പോഴും അതിൽ മാങ്ങ ഉണ്ടാവുകയാണോ? ശരിയായത് രണ്ടാമത്തതാണ്. മാവായതുകൊണ്ട് അതിൽ മാങ്ങയും ഉണ്ടാകും. അപ്പൊ ആദ്യ മാതാപിതാക്കൾ തങ്ങളെ തന്നെ പാപത്തിന് സമർപ്പിച്ച് അതിൻ്റെ തുടർച്ചക്കാരെന്ന നിലയിൽ, തലമുറക്കാരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പാപാവസ്ഥയുണ്ട്. നമ്മൾ ദൈവത്തോടുള്ള ബന്ധം തകർക്കുന്നതിൽ നമ്മൾ എല്ലാ സമ്പത്തുണ്ട്, സാഹചര്യമൊക്കെ അനുകൂലമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ പള്ളി പോയില്ല, പ്രാർത്ഥിക്കില്ല, ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാവില്ല. സാഹചര്യം അനുകൂലമാകുമ്പോൾ ആ ബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. പോയി പ്രാർത്ഥിച്ചു, രോഗമൊക്കെ സൗഖ്യമൊക്കെ കിട്ടി, ധ്യാനത്തിന് പോയി ഭയങ്കര അനുഭവമായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒഴിവാകുകയാണ്. തന്നോട് തന്നെയുള്ള ബന്ധം തങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളെല്ലാവരും 10-34 പേരുണ്ടായിരുന്നു. ഞങ്ങൾ മിഷന് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ, ആ വീട്ടിൽ അമ്മ മരിച്ചുപോയി, അപ്പനുണ്ട്, ഒരു പെങ്കൊച്ചുണ്ട്, 3 ആണുങ്ങളുണ്ട്. അതിൽ 2 പേരും ചെറുപ്പക്കാരാ, 18, 19, 20 വയസ്സൊക്കെ ഉള്ളൂ. കഞ്ചാവ് അടിച്ച് അവരെ കണ്ടാൽ 10-50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. തങ്ങളെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ബന്ധം, തങ്ങളോട് തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. മറ്റു മനുഷ്യരോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുകയാണ്. അവർക്ക് ആ വീട്ടിൽ എങ്ങനെ ഇടപെടണം എന്നറിയത്തില്ല. ഞാൻ അവിടെ വെച്ച് തന്നെ കൗൺസിലിങ്ങിന് കണ്ടൊരു പെൺകൊച്ചിനെ നോക്കുന്നത്, +1 പഠിക്കുന്ന പെൺകുട്ടി. അവൾ സ്നേഹിച്ചൊരു ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ ഇവളെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞാണ് അറിയുന്നത് അവന് വേറെയും ബന്ധമുണ്ടായിരുന്നു. അത് അവളുടെ ജീവിതത്തെ ആകെ തകർത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പങ്കുവെച്ച് വന്നപ്പോൾ ആ മിടുക്കിയായ പെങ്കൊച്ച് ഈ പറയുന്ന ഭയങ്കരമായി കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായ ഈ ആളുമായി ഈ ഒരു തെറ്റായ ബന്ധം തുടരുകയാണ്, മറ്റൊരാളുമായി. അപ്പോൾ ഒരു തകർച്ച ഉണ്ടാവുകയാണ്, മനുഷ്യന്റെ ബന്ധം തകർന്നു പോവുകയാണ്. അതാണ് സങ്കീർത്തകൻ 51:5 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ പാപാവസ്ഥയുണ്ട്. ദേഷ്യമുണ്ട്, വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്, വെറുപ്പുണ്ട്, പകയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലില്ലേ? അനുകൂലമാകുമ്പോൾ എന്ത് ചെയ്യും? അത് പുറത്തു വരും. നമ്മൾ അസൂയയില്ലെന്ന് വിചാരിക്കും. നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളെ കഴിഞ്ഞ് വലുതാകുമ്പോൾ നമുക്ക് എന്താ, ഓ കണ്ടില്ലേ വലിയ ആളെന്ന ധാരണ, നമ്മുടെ വാക്ക് അസൂയയുടെ വാക്കുകളായി മാറും. റോമക്കാരുടെ ലേഖനം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്കത് ഇപ്രകാരം നമ്മൾ വായിക്കാം ഒരുമിച്ച്. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്കിത് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നന്മ ഇച്ഛിക്കുന്നു, നന്മ ആഗ്രഹിക്കുന്നു, പക്ഷേ അതല്ല ചെയ്യുന്നത്. ഞാൻ ഒരുമിച്ച് നമുക്ക് വായിക്കാം. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട, ഇത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമല്ലേ? നമ്മൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ദിവസം ആലുവയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അങ്കമാലിയിലേക്ക് വരുമ്പോൾ എൻ്റെ ബസ്സിൻ്റെ തൊട്ട് പുറകിൽ, ഞാൻ ഏറ്റവും മുമ്പിലായിരിക്കുന്നത്, അതിൻ്റെ പുറകിലിരുന്ന് വലിയ പ്രായമില്ല എന്ന് തോന്നുന്നു,
വിവാഹിതനാണെന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായി ദേഷ്യപ്പെട്ട് ഭാര്യയോട് സംസാരിക്കുകയാണ്. എന്തോ കാര്യത്തിന് ഭയങ്കരമായി വഴക്കുണ്ടാക്കി ആ വാക്ക് മുഴുവൻ വാക്കി കേൾക്കാം. നീ അങ്ങനെ വലിയ ആളൊന്നും ആകണ്ട, അമ്മയോട് അങ്ങനെയൊന്നും ഇടപെടരുത്, ഇങ്ങനത്തെ പറയുന്ന വാക്ക് എനിക്ക് തൊട്ട് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കേൾക്കാം. ഇങ്ങനെ 2 വാക്ക് പറയുമ്പോൾ അവള് മൊബൈൽ ഓഫാക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിളിക്കും. പിന്നെയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഞാൻ വീട്ടിലേക്ക് വരണ്ടേ, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ, ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി താമസിക്കും, ഇങ്ങനെ. അപ്പം എന്താ, രാവിലെ വന്നപ്പോൾ ഭാര്യയോട് വഴക്കുണ്ടാക്കണം എന്ന് വിചാരിച്ചല്ല, പക്ഷേ ബസ്സാണെന്നുള്ള കാര്യം മറന്നുപോയി, ബാക്കി ആൾക്കാരെ കേൾക്കുന്നുള്ള കാര്യം മറന്നുപോയി. വളരെ തീവ്രമായി സ്വരത്തിൽ തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോട് സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മ പറഞ്ഞു അദ്ദേഹം വീട്ടിൽ പോകുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കുന്നതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തൊട്ടടുത്ത് അമ്മയെ വിളിച്ചു. അമ്മ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ വീട്ടിലേക്ക് വരട്ടെ, അമ്മയെ കാണിച്ചു തരാം. അമ്മ എന്തിനാണ് അവളോട് ഞാൻ വീട്ടിലേക്ക് വരുന്ന കാര്യം, നേരത്തെ വരുന്ന കാര്യം പറഞ്ഞത്? അപ്പൊ നോക്കിയേ, നമ്മൾ പാപത്തിന് അടിമകളായി വിൽക്കപ്പെട്ട ജഡികനാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ നമ്മൾ ഇച്ഛിക്കുന്നതല്ല, ഇച്ഛിക്കാത്തതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതാനും സമയം ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. നമ്മൾ ദുർഭകരായ മനുഷ്യരാണ്, നമ്മൾ തകർന്ന മനുഷ്യരാണ്, നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ്, വീട്ടാനാവാത്ത വലിയ കടത്തിൽ നിപതിച്ചിരിക്കുകയാണ്. ആർക്കാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുക? നമുക്ക് ദേഷ്യമുണ്ട്. ഈ ദേഷ്യം മാറാൻ എനിക്ക് ദേഷ്യം വന്നു, പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്ത് എൻ്റെ 6ാമത്തെ കുഞ്ഞിന് 4 വയസ്സുണ്ട്. കുഞ്ഞ് താഴെ വീണു, തല പൊട്ടി. എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് പെട്ടെന്നുള്ള ഇതിൽ ചെയ്തതാണോ? ചോര വന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഓടിപ്പോയി എൻ്റെ അപ്പനോട് പറഞ്ഞു. അപ്പൻ ചോദിച്ചു എന്നാ പ്രശ്നം? ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നു, അടിച്ചു, കൊച്ചു വീണു, തല പൊട്ടി. അപ്പന് ദേഷ്യം വന്നു, ഇച്ചിരി പോരുന്ന കൊച്ചിനെ തല്ലിയോ എന്ന് ചോദിച്ചു. ഒറ്റ അടി എനിക്കിട്ട്. അപ്പൻ്റെ കയ്യിലിരുന്ന് ചുറ്റിയ കൊണ്ടാണ് അടി വീണത്. അപ്പൻ അത് വിചാരിച്ചതല്ല, എൻ്റെ തല പൊട്ടി. അപ്പന് ഭയങ്കര വിഷമമായി പോയി. അപ്പൻ എന്നെ കൊണ്ട് അടുത്തോണ്ട് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ തലയൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് എന്നാൽ പിന്നെ വികാരിയച്ഛൻ്റെ അടുത്ത് പോയി ദേഷ്യം മാറാൻ എന്നാ മരുന്നെന്ന് ചോദിക്കാം. വികാരിച്ചൻ ഇത് കേട്ടപ്പം ഭയങ്കര ദേഷ്യം വന്നു, ഒറ്റ കഥ അടച്ചു. അപ്പൻ്റെ മുഖം ഇങ്ങനെ കഥ കൊണ്ട് തകർന്നു പോയി. അപ്പൊ പിന്നെ വികാരിയച്ഛൻ്റെ അടുത്ത് നിന്നും എത്രാൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും മാർപ്പാപ്പയുടെ അടുത്ത് എല്ലാവർക്കും ദേഷ്യമുണ്ട്. ഈ ദേഷ്യത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? എല്ലാവർക്കും വാശിയുണ്ട്, എല്ലാവർക്കും ശത്രുത ഉള്ളിൽ വരുന്നുണ്ട്, എല്ലാവരുടെയും ജഡികത ഉടരുന്നുണ്ട്. ആരാണ് ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക? ഇത്രമാത്രം തകർന്ന മനുഷ്യനാണ് ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആദ്യ മനുഷ്യൻ അവർ പൂർണ്ണ മനസ്സോടെ സ്വതന്ത്രമായി തങ്ങളെ തന്നെ തിന്മയ്ക്ക് സമർപ്പിച്ചത് വഴി അവർക്കുള്ളതെല്ലാം തിന്മയുടെ കൈവശമായി തീർന്നു. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിൻ്റെ അടിമയാണെന്ന് വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്ന് ഞങ്ങളെ നിരവധി കാര്യങ്ങൾ തോൽപ്പിക്കുന്നുണ്ട്. ദൈവമേ, സ്നേഹമല്ല ഞങ്ങളെ തോൽപ്പിക്കുന്നത്, വിദ്വേഷമാണ്, വൈരാഗ്യമാണ്, പകയാണ്. ക്ഷമയല്ല ഞങ്ങളെ തോൽപ്പിക്കുന്നത്, വാശിയും ഒക്കെയാണ്. ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ ജഡികത വളരുകയാണ്, ആസക്തികൾ വളരുകയാണ്. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ ദുർഭകരായ മനുഷ്യരാണ്. കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ പാപാവസ്ഥയിലാണെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇതുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞങ്ങൾ പാപികളാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ തിരിച്ചറിവിൽ ഈ ആഴ്ച ഞങ്ങളെ വളർത്തുന്നതിന്, ആഴമായ പാപാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകാൻ ഈ ആഴ്ച ഞങ്ങളെ സഹായിക്കുന്നതിന്, ഞങ്ങളുടെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിൽ, ഞങ്ങളുടെ വചനവിചിന്തനത്തിലെല്ലാം ഞങ്ങളെ കുറച്ചുകൂടി കണ്ടെത്താൻ, ഞങ്ങളുടെ ഈ ദുർഭകമായ ജീവിത അവസ്ഥയെ തിരിച്ചറിയാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഭാഗ്യവതിയും ദൈവപുത്രന്റെ മാതാവും ഞങ്ങളുടെ എല്ലാം അമ്മയുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.